രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. പൌടിക്കോണത്തെ വീട്ടിൽ നിന്നാണ് ലാപ്ടോപ്പ് പിടിച്ചെടുത്തത്. വീഡിയോ ചെയ്യരുതെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്ന് രാഹുലിന്റെ ഭാര്യ ദീപ പറഞ്ഞു. ഇവിടുന്ന് ലാപ്ടോപ്പാണ് എടുത്തത്. ലാപ്ടോപ്പ് അവർ എല്ലാം വെരിഫൈ ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പൊ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും കുറെ ടൈം എടുത്തു. ഇപ്പൊ ലാപ്ടോപ്പാണ് എടുത്തത്. ലാപ്ടോപ്പ് ഓഫീസിലായിരുന്നു, അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോ ചെയ്യരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടു എന്നാണ് രാഹുൽ പറയുന്നത്. അതെ. അപ്പം അതാണ് അവർക്കുള്ള പ്രശ്നം. അതാണ് കാരണം ആദ്യം പറഞ്ഞത് ആളുടെ പെൺകുട്ടിയുടെ പേരും ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് അല്ലാന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് നോൺ ബെയിലബിൾ ഒഫൻസ് 75(1) ചേർത്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നു വീഡിയോ വേ ചെയ്യാൻ പാടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുള്ള വീഡിയോസ് പാടില്ല, അത് കുട്ടിക്കെതിരെ ആയി പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഒരു അഭിപ്രായമല്ല. ഇപ്പൊ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. എനിക്ക് കോടതിയിൽ ഇന്ന് എനിക്ക് തോന്നുന്നു പേപ്പർ വർക്ക് കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലേറ്റ് ആവുമായിരിക്കും. അങ്ങോട്ടാണ് ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്. RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, ഇന്നലെ ഈ ലാപ്ടോപ്പ് ചോദിച്ചപ്പോൾ ഓഫീസിലാണ് എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ മറുപടി. ഇന്ന് രാവിലെ തൊട്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഈ ലാപ്ടോപ്പ് കണ്ടെത്തിയത്? ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന നടപടിക്രമങ്ങളൊക്കെ എപ്പോഴായിരിക്കും? അമൃത, ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴും ഈ വീഡിയോ തയ്യാറാക്കിയ ലാപ്ടോപ്പ് അത് തന്റെ ഓഫീസിലെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. തുടർന്ന് ഇന്ന് രാവിലെ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം പൌടിക്കോണത്തുള്ള അദ്ദേഹത്തിന്റെ യാഗ് എന്ന വീട്ടിലെത്തിച്ച് പോലീസ് പരിശോധന നടത്തി. ആ സമയത്ത് ആദ്യം ഈ ലാപ്ടോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് തന്റെ സുഹൃത്തായിട്ടുള്ള ഒരാളെ വിളിച്ചു പറയുകയും അയാൾ ഈ ഓഫീസ് പൂട്ടിയിട്ടുള്ള ഓഫീസിൽ നിന്ന് ലാപ്ടോപ്പ് വീട്ടിലെത്തിക്കുകയും ചെയ്തത്. ആ ലാപ്ടോപ്പാണ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തത്. ഇതിൽ ഈ ദൃശ്യങ്ങളടക്കം ഉണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലാപ്ടോപ്പ് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ വൈകിയാണ് ജാമ്യമില്ലാ കേസുകൾ കൂടി ചേർത്തത്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത ശേഷം ഈ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. പിന്നാലെയാണ് ഈ 75-ാം വകുപ്പ് കൂടി ചേർത്ത്, അതായത് ലൈംഗിക ചുവയോടുകൂടി ഇരയെ ചിത്രീകരിച്ചു എന്നുള്ള കേസ് കൂടി ചുമത്തി രാഹുലിന്റെ അറസ്റ്റിലേക്ക് പോലീസ് കടന്നത്. ഇപ്പോ ഈ വീട്ടിലെ പരിശോധന പൂർത്തിയാക്കി രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം വൈദ്യപരിശോധന നടത്തിയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ശക്തമായിട്ടുള്ള വകുപ്പുകൾ തന്നെ പോലീസ് ചുമത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുന്നത് ശ്രമകരമായിട്ടുള്ള ഇതാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ച അതേ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത്ത് തന്നെയാണ് രാഹുൽ ഈശ്വറിന് വേണ്ടിയും വക്കാലത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോ നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി വരികയാണ്. ഈ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ 5-ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. ഈ മഹിളാ കോൺഗ്രസ് നേതാവ് രജിത പുളിക്കൽ, അതേപോലെ അഭിഭാഷക ദീപ ജോസഫ്, സന്ദീപ് വാര്യർ, അതേപോലെ രാഹുൽ ഈശ്വർ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. അതിൽ സന്ദീപ് വാര്യറും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. സനൂപ് പറഞ്ഞതുപോലെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്ന് പരിശോധനയ്ക്കായി വീട്ടിലെത്തിച്ചപ്പോഴും രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നത് നിർത്തില്ല എന്ന് തന്നെയാണല്ലോ അദ്ദേഹം ആവർത്തിക്കുന്നത്. അതെ അമൃത, കാരണം പോലീസ് തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് വീഡിയോകൾ ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടു. താൻ ഇനിയും ഈ വീഡിയോകൾ ചെയ്യുമെന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നത്. വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ ഇക്കാര്യം പറയുകയും ചെയ്തത്. ഈ പോലീസ് ലാപ്ടോപ്പ് ഒക്കെ കണ്ടെത്തിയതിനു ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറക്കിയപ്പോഴും ഇത് ആവർത്തിച്ചു. അപ്പോൾ പറഞ്ഞത് സുപ്രീം കോടതിയുടെ നിയമങ്ങൾ നഗ്നമായിട്ട് ലംഘിച്ചുകൊണ്ടാണ് തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. കയ്യാമം വെക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ താൻ അതിന് വഴങ്ങിയില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെ രാഹുൽ ഈശ്വർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയ ശേഷം അവിടെ നിന്ന് നേരെ തിരുവനന്തപുരം കോടതിയിലേക്ക് കൊണ്ടുപോകും.